ഈ മനോഹര രാത്രിയിൽ കേരളത്തിന്റെ സ്വന്തം FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സിന്റെ സമയം. കൂടെ റീനു. ലവ് ഇസ് ദി മോസ്റ്റ് പെർമനന്റ് ഓഫ് ഹ്യൂമൻ ഇമോഷൻസ്. കാഴ്ചപ്പാടുകൾ മാറിയേക്കാം, കാണുന്ന വ്യക്തികൾ മാറിയേക്കാം, എന്നാലും ഒരിക്കലും മാറാത്ത മനസ്സിൽ ഉറച്ചിട്ടുള്ള ഒരു വികാരമാണ് ലവ്, പ്രണയം. ഇഷ്ടപ്പെടാനായിട്ട് ഒരാൾ ഉണ്ടാവണം എന്നത് എൻ്റെ നിങ്ങളുടെയൊക്കെ ആഗ്രഹമാണ്. അത് മനുഷ്യൻ്റെ ഒരു നെസസിറ്റിയാണ്. ഒരാളെ ഒരിക്കൽ ഇഷ്ടപ്പെട്ട ആ പ്രണയം എന്ന് മനസ്സിലുണ്ടാവത്തില്ലേ? ചിലപ്പോഴത് അവർ തിരിച്ചു തന്നിട്ടുണ്ടാവത്തില്ല. നമ്മളോട് കാട്ടിയ ഇഷ്ടം നമ്മളും തിരിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. എന്നാലും എപ്പോഴും അത് മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവത്തില്ലേ എന്നൊരു ചോദ്യത്തോടെ പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരത്തിലേക്ക് നമ്മൾ കിടക്കുക. ലവ് ബൈറ്റ്സിന്റെ സമയത്തിലേക്ക് 1 മണി വരെ എൻ്റെ കൂടെ ആയിരിക്കുക. ബിക്കോസ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. പിന്നെ ഞാൻ റീനു. താണ്ഡവത്തിലെ ഒരു പാട്ടാണ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ നമ്മളിപ്പോൾ കേട്ടത്. ഞാൻ റീനു. കോളേജിൽ വെച്ചിട്ട് എൻ്റെ ഒരു ജൂനിയർ കുട്ടിയോട് എനിക്കിഷ്ടം തോന്നി. ഞാനത് അവളോട് പറഞ്ഞു. അവൾ എന്നോട് യെസ്സും പറഞ്ഞു. ഇപ്പം 3 വർഷമായി. എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ ജോലിയിലാണ്. അവള് ഫൈനൽ ഇയർ പഠിക്കുന്നു. അവളുടെ വീട്ടിൽ കല്യാണാലോചന നടക്കുക. എന്നെക്കാളും ഒരുപാട് നല്ല പയ്യന്മാരുടെ ആലോചനകളാണ് അവൾക്ക് വരുന്നത്. എനിക്ക് ഉറപ്പാണ് ഈ കല്യാണം അവളുടെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. ഞാൻ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു മെസ്സേജ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് അയച്ചത് അക്ഷയാണ്. എൻ്റെ അക്ഷയ് തുറന്നു പോലും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും വീട്ടുകാർ അങ്ങനെ ചെയ്യാന്ന്? എന്തായാലും ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു ചോദ്യം ചോദിക്കുക. നിങ്ങളൊരാളെ പ്രണയിക്കുകയാണ്, പക്ഷെ അയാളുടെ വീട്ടുകാർ പറയുക ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ലെന്ന്. നിങ്ങൾ എന്താ ചെയ്യുക? സാക്രിഫൈസ് ചെയ്യോ അതോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവോ? ഉത്തരം പോസ്റ്റ് ചെയ്യൂ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഫ്രം സിഡ്നി വിത്ത് ലവ് അല്ല, ഒത്തിരി പ്രണയത്തോടെ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനുവ. ഞാനിപ്പോൾ ഒരാളെ വീണ്ടും പറ്റിക്കാൻ പോകാട്ടോ. ഇതൊരു സ്ഥിരം സ്വഭാവമായിട്ട് മാറുന്നുണ്ട്. അവസാനം ഞാൻ വിളിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങും ഞാനാന്ന്. എൻ്റെ കൂടെ ജീഷയാണ്. ഹലോ ജീഷ. മനസ്സിലായോ? ഈ സമയത്ത് ആരായിരിക്കും എന്നെ വിളിക്കുന്നേ? ഈ ശബ്ദം എനിക്ക് പരിചയമുണ്ട്, എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എന്നൊക്കെയല്ലേ ഇപ്പൊ ആലോചിക്കുന്നേ? ക്ലൂവോ? ഇതെന്താ കോയിൻ ബനേക? ക്ലൂ തരാനായിട്ട് പോരട്ടെ. ആ ഇനി 2-3 പേരും കൂടെ. ഒന്നുമില്ല, നിങ്ങളെ കുറിച്ച് കുറച്ച് അപവാദം കേട്ടിട്ടത് പറയാൻ വിളിച്ചതാ. എന്നെ കുറിച്ചോ? എന്താവോ? വഴിയിലുള്ള ആമ്പിള്ളേരെല്ലാം പ്രണയിക്കുക, എന്നിട്ട് അവരോട് ഇഷ്ടാന്ന് പറയാ, എന്നിട്ട് അവര് തിരിച്ചു ഇഷ്ടാന്ന് പറയുമ്പോ എനിക്ക് വേണ്ടാന്ന് പറയാ. എന്താ ഇങ്ങനെ? അത് ശരി, അത് ആരെയാവോ അതൊക്കെ പറഞ്ഞാവോ? നാട്ടുകാര് മുഴുവൻ പറയണ്ട്. അതെയോ? എന്നിട്ട് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ റീനുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കുട്ടീന്ന്. സത്യല്ലേ? പക്ഷേ സാരമില്ല, ആരും കേട്ടിട്ടില്ല. കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർ മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്തായാലും ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ. ജീഷ പ്രണയിച്ചിട്ടുണ്ടോ? ഞാൻ പ്രണയിച്ചിട്ടുണ്ട് 1 വർഷം. എന്നിട്ട് എന്നാ പറ്റി? ബ്രേക്കപ്പ് ആയി. അതെന്നാ ഇത്ര ചിരി വന്ന ബ്രേക്കപ്പോ? അല്ല, പറ്റിക്കപ്പെട്ടു. അയ്യോ, എന്നാ അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ വേറൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ ഈ റൊമാൻറ്റിക് ഗാനങ്ങൾക്ക് ശേഷം പിച്ച വെച്ച നാളെ തൊട്ടില്ലെങ്കിലും കുറച്ച് വർഷങ്ങൾ അക്ഷയ് പ്രണയിച്ചു. ഇപ്പോഴാണെങ്കിൽ ആ കുട്ടിക്ക് കല്യാണാലോചനയുടെ മേളയാണ്. അക്ഷയ് പറയുന്നത് അതിൽ ഓരോ ആളും അക്ഷയേക്കാളും ബെറ്റർ ആണ്, അവളുടെ വീട്ടിൽ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല എന്ന്. തുറന്ന് പറഞ്ഞിട്ട് പോലുമില്ല. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഇങ്ങനെ ഒരു മെസ്സേജ് അക്ഷയ് അയച്ചു. ജീഷ പറയും എന്താ അവൻ ചെയ്യണ്ടേ? കുട്ടി സീരിയസ് ആണെന്നാണ് അക്ഷയ് പറയുന്നത്. കുട്ടി ഇതുവരെ അക്ഷയോട് നോയൊന്നും പറഞ്ഞിട്ടുമില്ല. അയ്യോ തെറ്റുവല്ലേ? അപ്പം അക്ഷയന്റെ അടുത്ത് ആദ്യം ചെന്നിട്ട് ആ പെൺകുട്ടിന്റെ വീട്ടിൽ പറയാൻ പറയാം. എന്നിട്ട് അവരുടെ നിലപാട് എന്താന്ന് നോക്കുക. ഓക്കെ, അതാണ് ആദ്യം. പിന്നെ ആ പെൺകുട്ടിക്ക് എങ്ങനെയാണോ അവര് ചോദിച്ചോളും. അക്ഷയ് ഭയങ്കര മണ്ടനാട്ടോ. മണ്ടനാണല്ലേ? പിന്നെ ഇതുവരെ വീട്ടിൽ പറയാണ്ട് തീരുമാനം എടുത്തേക്കല്ലേ? സത്യം. അതെന്തിനാ പിന്നെ അങ്ങനെ ചെയ്തത്? അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കരുത്.
ഇത്ര ധൈര്യമില്ലാത്ത ആൾക്കാരെ പണിക്ക് പോകരുത്. എല്ലാരും അങ്ങനെയാണല്ലോ, ചാടിക്കാര് പ്രണയിക്കും, അവസാനം ഒന്നിനും ധൈര്യമില്ല. സത്യം. അക്ഷയന്റെ അടുത്ത് പറയും, വീട്ടിൽ പോയി പറയാൻ പറയും. പെൺകുട്ടിന്റെ വീട്ടിൽ ധൈര്യമായിട്ട് പോയി പറയാൻ പറയും. ഓ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇപ്പൊ അക്ഷയ് കേട്ടിട്ടുണ്ടാവും. ആണോ? അല്ല അക്ഷയ് നേരെ പോയിട്ട് വീട്ടിൽ പറയും, എന്തിനെങ്കിലും വെയിറ്റ് ചെയ്യണേ. അവസാനം എല്ലാവരും കെട്ടിക്കൊണ്ട് പോണ വരെ ഇങ്ങനെ നിക്കും. അതന്നെ. ഓക്കെ ജീഷ, താങ്ക് യു സോ മച്ച്. ഇതുപോലെ ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിലൂടെ സംസാരിക്കണോ? എന്നാൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്ത ഈ പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.